ബിമ്മിലും മെച്യൂരിറ്റി ലെവൽസ് ഉണ്ട്. ഒരു കമ്പനി ഒരു പ്രൊജക്ട് ബിം ടെക്നോളജി എത്രത്തോളം യൂസ് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിലാണ് ഒരു കമ്പനി ഏത് ബിം മെച്യൂരിറ്റി ലെവലാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദർ ആർ 4 ബിം മെച്യൂരിറ്റി ലെവൽസ്: ലെവൽ 0, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ലെവൽ 0 എന്ന് പറയുമ്പോൾ ആക്ച്വലി നോ ബിം തന്നെ പറയാം. അവരുടെ ഡാറ്റ ഷെയറിംഗ് ഒക്കെ പേപ്പർ ബേസ്ഡോ 2D ഡ്രോയിങ്സ് ഓർ ലൈക്ക് PDF ഫോർമാറ്റ് ആയിരിക്കും. കൊളാബറേഷൻ മോഡ് അവിടെ നടക്കുന്നില്ല. ലെവൽ 1 എന്ന് പറയുമ്പോൾ അവിടെ 3D മോഡൽ അവിടെ ഇൻവോൾവ് ആണ്. പക്ഷേ സ്റ്റിൽ ഡാറ്റ ഷെയറിംഗ് ഒക്കെ പേപ്പർ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ PDF ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു പാർഷ്യൽ കൊളാബറേഷൻ എന്ന് പറയാം ആ ലെവൽ 1 എന്ന മോഡിൽ. ലെവൽ 2 ഒട്ടുമിക്ക ഡെവലപ്പിംഗ് കൺട്രീസും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ലെവൽ 2 എന്ന ബിം മെച്യൂരിറ്റി ലെവലിലാണ്. ലെവൽ 2 എല്ലാ ഡിസിപ്ലിൻസും 3D മോഡൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഡാറ്റ ഷെയറിംഗ് ചെയ്യുന്നത് കോമൺ ഡാറ്റ എൻവയോൺമെന്റ് എന്നുള്ള ഒരു മോഡിലാണ്. അതായത് ഒരു ഫുൾ കൊളാബറേഷൻ മോഡ് അവിടെ ഓൺ ആണ്. ലെവൽ 3 ഒരു ഓപ്പൺ ബിം പ്ലാറ്റ്ഫോമാണ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വർക്ക് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫയലിലായിരിക്കും. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ബിം ഇന്റഗ്രിറ്റി ആണ് സംഭവിക്കുന്നത്. എല്ലാം ക്ലൗഡ് ബേസ്ഡ് മോഡലായിരിക്കും. അപ്പോൾ ഡാറ്റ ഷെയറിങ്ങും അനാലിസിസും എല്ലാം നടക്കുന്നത് സിംഗിൾ ഫയൽ ഓൺ ക്ലൗഡ് ബേസിസിലാണ്. ലെവൽ 3 ബിം മെച്യൂരിറ്റി ലെവൽസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, നമ്മൾ ഏത് ലെവൽ ഓഫ് ബിം മെച്യൂരിറ്റിയിലാണ് നിൽക്കുന്നതാണ്. ഇനി അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകാം? Map your career.